5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മുടെ കൊച്ചുമാണി UDF വരുന്നു. ജോസ് കെ മാണി UDF കടക്കാനുള്ള എല്ലാ അനൗപചാരിക ചർച്ചകളും നടത്തി കഴിഞ്ഞു. ഇനി ഏക ഒരു തടസ്സം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ നിർബന്ധമായും മാണി കോൺഗ്രസ് അതിനകത്തേക്ക് കയറുന്നതാണ്. പക്ഷേ അവിടെ നടക്കുന്ന ചില ചർച്ചകളുടെ പ്രശ്നങ്ങളുള്ളത്. മാണി സി കാപ്പൻ ഇപ്പോൾ UDF അദ്ദേഹം ഒരു കാരണവശാലും പാല വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പാലായിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് വരിക? അപ്പോൾ ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ സീറ്റ് വേണം. അപ്പോൾ കടുത്തുരുത്തി മോൻസി ജോസഫിൻ്റെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സുരക്ഷിതമായ സീറ്റാണ്. UDF വളരെ സുരക്ഷിതമായ സീറ്റാണ്. മോൻസി ജോസഫ് വളരെ മനോഹരമായി കൊണ്ടുനടക്കുന്ന ഒരു സീറ്റാണ്. ആ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്തതിന് ശേഷം ഏറ്റുമാനൂർ നമ്മുടെ മോൻസി ജോസഫ് എടുക്കാം എന്നൊരു ചർച്ച ഇപ്പം നടക്കുന്നുണ്ട്. ആ ചർച്ച നന്നായി പോകുന്നത് മാത്രമല്ല, ജോസഫ് സാർ ഒരുപാട് പഴയതുപോലെയല്ല. ജോസഫ് സാർ കുറച്ചുകൂടി കടുംപിടുത്തം വിട്ടതിന് ശേഷം കുറച്ചുകൂടി മയമായി വന്നിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ചാനലുകളിലൊക്കെ വരുന്നത്, പത്രങ്ങൾ. അപ്പോൾ ഇന്നത്തെ കേരളാവധി പത്രത്തിൽ പോലും അത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. UDF വിപുലീകരണം നിലമ്പൂരിന് ശേഷം. അതിൽ തന്നെ നമ്മുടെ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് വിപുലീകരണ നടപടികൾ പരിഗണനയിലാണ്. മുതിർന്ന നേതാക്കളും ഘടകകക്ഷികളും ആലോചിച്ച് തീരുമാനമെടുക്കും എന്ന് അടൂർ പ്രകാശ് UDF കൺവീനർ പറഞ്ഞിരിക്കുന്നു. BD സതീശൻ പറഞ്ഞിരിക്കുന്നു, ആളുകളുടെ എണ്ണം കൂട്ടാനല്ല, അങ്ങനെ ഒരു കാര്യമല്ല, പക്ഷേ ഞങ്ങൾക്കിനി അടുത്ത ഭരണം എന്തായാലും നിർബന്ധം വേണം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ 11 വർഷമായി ഭരണമില്ലാതെ 10 വർഷമായി ഭരണമില്ലാതെ നിൽക്കണം. 9 വർഷമായി, 10 വർഷം കൂടെ, ഇനിയൊരു 11ാം വർഷത്തിലേക്കും കൂടി ഭരണമില്ലാതെ നിന്ന് പോയാൽ വലിയ പ്രതിസന്ധിയായിരിക്കും. ചെറിയ ചെറിയ പാർട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, വലിയ പാർട്ടി ആയാലും അങ്ങനെ തന്നെ, കോൺഗ്രസ് ആയാലും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇനിയും മൂന്നാമതൊരു ടേം കൂടി പിണറായിക്ക് കിട്ടിയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മൂന്നാമത്തെ ടേം പിണറായിക്ക് കിട്ടാതിരിക്കാനുള്ള ഏത് വിട്ടുവീഴ്ചയ്ക്കും എല്ലാ പാർട്ടികളും തയ്യാറാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ കൊച്ചുമാണി സാറിനെ ഇതിനകത്തേക്ക് UDF ഘടകകക്ഷിയേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ കേരള കോൺഗ്രസ് PJ ജോസഫ് സാറിൻ്റെ കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ TM ജേക്കബിൻ്റെ നമ്മുടെ അനൂപ് ജേക്കബിൻ്റെ ജേക്കബ് കോൺഗ്രസ്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, മാണി സാറിൻ്റെ വിഭാഗം, ഇവരെല്ലാം കൂടി ഒന്നിച്ച് നിന്നാൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. അത് ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. എന്തായാലും ഇടതുമുന്നണിയെ തോൽപ്പിക്കണമെന്നുള്ള രീതിയിലേക്ക് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം മാണ് വളരെ പ്രധാനമായി നിൽക്കുന്നത്. സ്വരാജ് തോറ്റുപോയാൽ തീർച്ചയായിട്ടും മാണി ഗ്രൂപ്പുകാർക്ക് ഇപ്പോൾ മാറി ചിന്തിക്കാൻ കഴിയും. അല്ലെങ്കിലും ജോസ് കെ മാണിയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒഴിച്ച് അണികൾ മുഴുവൻ പേരും മനമങ്ങും ശരീരമിങ്ങുമായിട്ടാണ് നിൽക്കുന്നത്. മനസ്സ് അവരുടേത് ഉമ്മൻചാണ്ടിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം തന്നെയാണ്. അവർ നിൽക്കുന്നത് ഇപ്പുറത്താണെന്നുള്ളതേ ഉള്ളൂ. LDF നിൽക്കുമ്പോഴും എല്ലാ മാണി കോൺഗ്രസ്സുകാരുടെയും മനസ്സ് തീർച്ചയായിട്ടും അപ്പുറത്ത് തന്നെയാണ്, UDF തന്നെയാണ്. അത് നമുക്ക് പല തരത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് വന്നു, പാലക്കാട് തിരഞ്ഞെടുപ്പ് വരുന്നു, അതുപോലെ തന്നെ എറണാകുളം തിരഞ്ഞെടുപ്പ് വന്നു, ഇപ്പം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരുന്നു. അവിടെയെല്ലാം കേരള കോൺഗ്രസിൻ്റെ ഒരു നല്ലൊരു വിഭാഗം അണികൾ ഇപ്പുറത്ത് മാറി വോട്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് UDF. അല്ലാതെ UDF ഇത്രയും ഭൂരിപക്ഷം ഒന്നും കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ തീർച്ചയായും ജോസഫ് സാർ കൂടി വഴങ്ങുന്ന സാഹചര്യത്തിൽ മാണി സാറിന്, അത് കുഞ്ഞുമാണി ജോസ് കെ മാണിയെ UDF എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ UDF ജോസ് കെ മാണി മന്ത്രിയാകും. P ജോസഫ് സാർ മത്സരിക്കുകയാണെങ്കിൽ സാറോ അല്ലെങ്കിൽ മോൻസ് ജോസഫോ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അനൂപ് ജേക്കബ് മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിന് വീണ്ടും 3 മന്ത്രിമാരെ കിട്ടും. അങ്ങനെ വളരെ മനോഹരമായ ഒരു UDF വരുത്തുക എന്നുള്ളതാണ് അടൂർ പ്രകാശിൻ്റെയും UDF കക്ഷികളുടെയും പ്രത്യേകിച്ച് സതീശൻ്റെയും കൂടെ താല്പര്യം. സതീശൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ്, എറണാകുളം തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും സതീശൻ പറഞ്ഞു, ഞാനാണ് ടീം മാനേജർ, ക്യാപ്റ്റൻ, ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ ഞാനാണ് ഉത്തരവാദി. ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു, അദ്ദേഹം ക്യാപ്റ്റനായിട്ട് എല്ലാവരും അംഗീകരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സതീശൻ വന്നപ്പോൾ ക്യാപ്റ്റൻ എന്ന ബോർഡൊക്കെ കൊണ്ടുപോയി. അപ്പം ഞാൻ ക്യാപ്റ്റൻ അല്ല, ഞാൻ സെമി ക്യാപ്റ്റൻ ആണെന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ കുറച്ച് തള്ളി. അത് വേറെ കാര്യം. എന്തായാലും അദ്ദേഹം ക്യാപ്റ്റൻ ആണെന്നുള്ള രീതിയിൽ കേരളത്തിൽ കറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനും, പുതുപ്പള്ളി പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലമായിട്ട് അവിടെ പിന്നെ ക്യാപ്റ്റനും ജൂനിയർ ക്യാപ്റ്റൻ്റെ ആവശ്യമില്ല. അവിടെ ചാണ്ടി ഉമ്മൻ ജയിച്ചു കയറി, നന്നായി ജയിച്ചു കയറി. പക്ഷെ പാലക്കാട് നല്ല കടുത്ത മത്സരമായിരുന്നു. അവിടെയും ചെന്ന് പറഞ്ഞു, ഞാനാണ് ഇത് ജയിപ്പിക്കുന്നത്, ഞാൻ ജയിച്ചാൽ ഞാൻ ടീം ക്യാപ്റ്റനാണെന്നൊക്കെ പറഞ്ഞു, മാനേജറാന്നൊക്കെ പറഞ്ഞു, അവിടെയും ജയിച്ചു. ഇപ്പം നിലമ്പൂരിലും നമ്മുടെ സതീഷ് അണ്ണൻ ഒരു അടി അടിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ക്യാപ്റ്റൻ എന്ന് അടിച്ചിട്ടുണ്ട്. അദ്ദേഹം തോറ്റാൽ ഞാൻ ഉത്തരവാദിത്തം എടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരർത്ഥം ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് തരണേ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. UDF വിപുലീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഭരണം 2 വർഷം ആകപ്പാടെ ഒരു പ്രാവശ്യം കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായ ഒരു സംസ്ഥാനമായി മാറും. ബംഗാളിലൊക്കെ വളരെ തുടർച്ചയായി 10-35 വർഷം
LDF ഭരിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ റെക്കോർഡെല്ലാം ബ്രേക്ക് ചെയ്യും കേരളം എന്നാണ് LDF പറയുന്നതെങ്കിലും അതിന് സാധ്യതയില്ല. UDF വിപുലീകരിക്കാനാണ് സാധ്യത. കൊച്ചുമാണി സാർ നമ്മുടെ UDFിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലമ്പൂരിലെ രാഷ്ട്രീയ വാർത്ത.